ഹായ് ഹലോ അസ്സലാമലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങൾ? സുഖം തന്നെയല്ലേ എല്ലാവർക്കും? അൽഹംദുലില്ലാ ഞങ്ങളും സുഖമായിട്ട് പോകുന്നു കേട്ടോ. കഴിഞ്ഞ വീഡിയോകൾക്കൊക്കെ നിങ്ങളെല്ലാവരും തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് താങ്ക്സ് അറിയിക്കുകയാണ്. അതേപോലെ തന്നെ തുടർന്നുള്ള വീഡിയോകൾക്കൊക്കെ നിങ്ങളെല്ലാവരും സപ്പോർട്ടും സഹകരണവും ഒക്കെ പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ. അപ്പം നല്ല തണുപ്പായതുകൊണ്ടാണ് ആ സ്വെറ്റർ ഞാൻ ഊരാത്തത് കേട്ടോ. എനിക്ക് എപ്പോഴും തോന്നി ഈ വീഡിയോ എടുക്കുമ്പോൾ ഇതെങ്ങനെ ഇട്ടാൽ എന്താ പോരൊക്കെ വിചാരിക്കുക ഈ കാണണോരെന്ന് കേട്ടോ. പക്ഷെ എന്നാൽ തണുപ്പ് സഹിക്കാൻ പറ്റായിട്ട് ഇതങ്ങോട്ട് ഊരാനും തോന്നൂലേ. പിന്നെ ഇപ്പം ആരും എന്ത് വിചാരിക്കാനാന്ന് അങ്ങോട്ട് ഇപ്പോൾ നമ്മൾ മറ്റുള്ളവരുടെ ഇത് നോക്കി നിന്നിട്ടൊന്നും കാര്യമില്ലല്ലോ അല്ലേ. അങ്ങനെ ഞാനിതാട്ടോ ആരെ പറയുമ്പോൾ വിചാരിക്കണ്ട നമ്മളിങ്ങനെ തണുപ്പ് പറയുമ്പോൾ വെറുതെ പറയാന്നൊക്കെ ചിലപ്പോൾ തോന്നുന്നുണ്ടാവും. ഇതല്ല കേട്ടോ, ഇതാണ് അവസ്ഥ. മഞ്ഞെന്ന് പറഞ്ഞാൽ പെരും മഞ്ഞാണ്. മഞ്ഞ് മൂടി മറ്റേ എവിടെയോ ഊട്ടിയിലൊക്കെ പോയ മാതിരിയാണ് നമ്മളെ കാലാവസ്ഥ ഉള്ളത്. അപ്പം ഞാൻ എന്താക്കിയെന്നറിയോ, വേഗം തീ അങ്ങോട്ട് കത്തിച്ചു കേട്ടോ. നല്ല തണുപ്പുള്ളപ്പോൾ വേഗം പോയി തീ അങ്ങോട്ട് കത്തിക്കൊണ്ട് അതിൻ്റെ അടുത്ത് കുറച്ച് നേരം അങ്ങോട്ട് നിൽക്കും. പിന്നെ അതും അവിടെ വെച്ചിട്ട് വെള്ളം അവിടെ അടുപ്പത്ത് വെച്ചിട്ട് പിന്നെ ഞാൻ ഈ ചായയും കടിയൊക്കെ ഉണ്ടാക്കാൻ ഇപ്പം തന്നെ അങ്ങോട്ട് നിന്നില്ല കേട്ടോ. എന്താ പറഞ്ഞാൽ കുട്ടികളൊക്കെ വരുമ്പോഴേക്കും എല്ലാം തണുത്ത ഐസായി പോകൂലേ. അപ്പോൾ പിന്നെ ഓരൊക്കെ വരാനാവുന്ന ആ ഒരു സമയമൊക്കെ നോക്കിയിട്ട് അങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. പുട്ടാണ് കേട്ടോ ചുടുന്നത്. അപ്പോൾ പുട്ടിനുള്ള പൊടി ഞാൻ കുഴച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനൊരു ചൂടുള്ളൊരു ഗ്ലാസ് കട്ടൻ ചായ കൊടുത്താൽ പുറത്ത് അങ്ങനെ വന്നിരുന്ന് അവിടെ ഇരുന്ന് അങ്ങനെ ചായയൊക്കെ കുടിച്ചു. അങ്ങനെ കുറച്ച് നേരം അവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വിറക് ഉണ്ടായിട്ടില്ല അടുപ്പിൻ്റെ ഉള്ളിൽ. ഞാൻ അങ്ങനെ വിറക് അങ്ങനെ കൊണ്ടുപോയി വെക്കൂല. ആവശ്യത്തിന് ഇങ്ങനെ വന്ന് എടുക്കുക എന്നല്ലാതെ ഉള്ളിൽ കുറേ വിറക് കൊണ്ടിട്ട് ഒന്നാമത്തെ വല്ല അതും ഇതും ഷെഡല്ലേ. അപ്പം അതിൻ്റെ എന്തെങ്കിലുമൊക്കെ കയറി കൂടിയിട്ടുണ്ടെങ്കിൽ പാമ്പോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കയറി കൂടിയിട്ടുണ്ടെങ്കിൽ കാണൂലല്ലോ. അപ്പോൾ എനിക്ക് പേടിയാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ ആവശ്യത്തിന് അപ്പം അങ്ങനെ എടുത്ത് കൊണ്ടുപോവുകയാണ് ചെയ്യുക. അപ്പോൾ വേഗം വിറകൊക്കെ ഒന്ന് എടുത്ത് അതിൻ്റെ ഉള്ളിൽ അടുപ്പിൻ്റെ അടിയിൽ കൊടുന്നിട്ടിട്ടുണ്ട്. പിന്നെ വേഗം ബാക്കിയുള്ള പരിപാടികൾ തുടങ്ങുകയാണ് കേട്ടോ. കറി തലേ ദിവസത്തെ മീൻ കറി ഉണ്ട്. അതുകൊണ്ട് പിന്നെ കറീൻ്റെ കാര്യം നോക്കേണ്ട ആവശ്യമില്ല. കടി മാത്രം ഉണ്ടാക്കിയാൽ മതി. പുട്ടും മീൻ കറിയാണ് കേട്ടോ ഒന്ന് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ആർക്കും മറ്റേ നമ്മളെ പുട്ടും കുറ്റിയിലുള്ള പുട്ട് ചുടുന്നത് ഇപ്പോൾ മക്കൾക്കൊന്നും ഇഷ്ടമല്ലാണ്ടായിന് കേട്ടോ. ഇവർക്ക് എല്ലാവർക്കും ഇപ്പോൾ ഈ ഒരു ചിരട്ടപ്പുട്ടിൻ്റെ ഈ ഒരു പുട്ടാണ് ഇപ്പോൾ എല്ലാവർക്കും ഇഷ്ടം. അപ്പോൾ ഞാൻ എല്ലാവരും ചായ കുടിക്കാൻ ഇങ്ങനെ വന്നിരിക്കുമ്പോൾ ഞാൻ ഓരോരുത്തർക്കും ഇത് പെട്ടെന്ന് ആയിക്കോട്ടെ കേട്ടോ. ഒരു വിസിൽ മറ്റേതുപോലെ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു 2-3 മിനിറ്റ് മതി. അത്രയും വേണ്ടാന്ന് എനിക്ക് തോന്നുന്നത്. പറഞ്ഞാൽ നല്ല വെള്ളമൊഴിച്ച് തിളപ്പിച്ച ആ ഒരു ആവി മൊത്തം അതിലേക്കാണല്ലോ കയറുന്നത്. പിന്നെ കുറേ ഒന്നും ഇടുന്നുമില്ലല്ലോ നമ്മൾ. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ആയി കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓരോരുത്തർക്ക് വേഗം അങ്ങനെ ചുട്ടു കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ. പിന്നെ നിച്ചുമോള് മദ്രസ വിട്ട് വന്നപ്പോൾ കൊണ്ടുവന്നെയാണ് കേട്ടോ കർമൂസ. ഓള് മദ്രസ വിട്ട് നടന്ന് വരുമ്പം മേലെ ഏറ്റവും ഉള്ള ഏതോ ഒരു കാക്ക കൊടുത്തത്. നമ്മളെ വീടിൻ്റെ അടുത്തുള്ള, നിങ്ങൾക്ക് ഇപ്പോൾ ആരാന്ന് പറഞ്ഞാൽ അറിയില്ലല്ലോ. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ പറഞ്ഞത്. ഓരോ വീട്ടിലത്തെ കർമൂസ മരം വീണ് പോയിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടേ കുറേ കർമൂസ കൊടുത്ത് വിട്ടിട്ടുണ്ടായിരുന്നു. നമ്മളെ അനിയൻ്റെ അവിടെ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊടുത്തോ എന്നൊക്കെ പറഞ്ഞിട്ട് ഓളടുത്ത് കൊടുത്ത് വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇക്കയും ചായ കുടിച്ച് പോയിട്ടുണ്ടായിരുന്നു. നാസിമോനും അപ്പോഴത്തേക്കും എണീച്ച് വന്നിണ്. ഓനൊക്കെ ഓൻ്റെ സ്ഥലത്ത് തന്നെ ഇരുന്ന് ചായയൊക്കെ കുടിക്കുന്നുണ്ട്. ഞാനും അതിൻ്റെ ഇടയിൽ ഒരു ഗ്ലാസ് ചായയൊക്കെ കുടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓനക്ക് പുട്ട് കൊടുത്തതിന് ഇക്കാൻ്റെ ചായ കുടിയും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നിച്ചുമോള് പിന്നെ ഓളെ കുടിയും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓക്ക് ആദ്യം കുറച്ചൊന്ന് കറി കൂട്ടിയിട്ട് കഴിച്ച് നോക്കി. എന്നിട്ട് പിന്നെ നാസിമോന് പഞ്ചസാരയും പുട്ടും തിന്നുന്ന കണ്ടപ്പോൾ ഓക്ക് അങ്ങനെ ഒന്ന് തിന്നോക്കാൻ പൂതി കേട്ടോ. എന്നിട്ട് പോയി പ്ലേറ്റൊക്കെ കഴുകി തുടച്ച് കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെ ഒന്ന് തിന്നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഓളും ചായ കുടിക്കാനിരിക്കുന്നുണ്ട്. മറ്റോന് മദ്രസ വിട്ട് നിച്ചുമോളെ പിന്നെ കുറച്ച് നേരത്തെ വിടും കേട്ടോ. ഓക്ക് കാട്ടിക്കുളം സ്കൂളിലേക്ക് പോവേണ്ടതുകൊണ്ട് ഓളൊരു ഇച്ചിരി നേരത്തെ വിടും. അത് കഴിഞ്ഞിട്ടാണ് നാഫി വരിക. അപ്പോൾ നിച്ചുവിനുള്ള ചായ കൊടുക്കുന്നുണ്ട്. പിന്നെ ഇന്ന് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ കല്യാണ വാർഷികത്തിൻ്റെ അന്നത്തെ വീഡിയോ ആണ് കേട്ടോ. 2012 ഡിസംബർ 23 എൻ്റെ കല്യാണം. അപ്പോൾ 13 വർഷമായിട്ടുണ്ട് കേട്ടോ. ഇന്നാണ് ആ ദിവസം. അപ്പോൾ അതിൻ്റേതായ ഒരു സന്തോഷം കൂടി ഉണ്ട് കേട്ടോ. നമ്മൾ കുറേ ഓർമ്മകൾ ബാക്കോട്ടും ഒക്കെ അങ്ങനെ നമ്മൾ അന്നത്തെ ആ ഒരു ദിവസത്തെയൊക്കെ ഓർമ്മകളിലേക്കൊക്കെ എന്തായാലും പോകുമല്ലോ. അപ്പോൾ ഇന്ന് നല്ലൊരു സന്തോഷം നിറഞ്ഞ ഒരു ദിവസം തന്നെ ആയിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാവരും ചായ കുടിയും കഴിഞ്ഞു. ബാക്കിയുള്ള അവസാനത്തെ 2 ചുട്ട് ഞാനും ചായ കുടിക്കുകയാണ്. മീൻ കറിയും പുട്ടും നല്ല ടേസ്റ്റ് ഉണ്ടായിന് കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ചായയൊക്കെ കുടിച്ച് വേറെ ഒരു പണിയും എടുത്തില്ല. നാസിമോനെ അംഗൻവാടിയിൽ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം ഇലക്ഷൻ്റെ ആ ഒരു പ്രമാണിച്ച ടീച്ചർ ഒരു മാസത്തെ ലീവ് ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് പിന്നെ ഓരെ വിളിച്ചിട്ട് വിട്ടാൽ മതി എന്ന് പറഞ്ഞു. അതുമല്ല പിന്നെ അംഗൻവാടിയിൽ മതിലിൻ്റെ പണിയും അങ്ങനെയൊക്കെ ആയതുകൊണ്ടാണ് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് മക്കളെ അങ്ങനെ വിടണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് വിട്ടിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഒരു 2 ദിവസമായി പോവാൻ തുടങ്ങിയിട്ട്. മിന്നൂസും അനിയൻ്റെ കുട്ടികളൊക്കെ ഉണ്ട്.
അപ്പോൾ അത് ഓരോ കൂടെ പോകാൻ വേണ്ടിയിട്ട് ഓനെ മാറ്റി ഒരുക്കി ഞാനും ഓനും കൂടെ ഒന്ന് കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. എന്നിട്ട് വന്നിട്ട് വേണം ബാക്കിയുള്ള പണികളൊക്കെ എടുക്കാൻ. അങ്ങനെ ഇതാ ഇപ്പോൾ ഒരു രണ്ടാളും തന്നെയാണ് ഫസ്റ്റ് എത്തിയിട്ടുള്ളൂ. ബാക്കി കുട്ടികളൊക്കെ വരുന്നേ ഉള്ളൂ കേട്ടോ. അധികം കുട്ടികളൊന്നും ഉണ്ടാവില്ല. ഒരു 10 കുട്ടികളോ 12 കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടാവും. അത്രേ ഉണ്ടാവുള്ളൂ കേട്ടോ. അവിടെ കൊണ്ടാക്കിയാൽ ഒരു സമാധാനമാണ് കേട്ടോ. അവിടെ ഉണ്ടല്ലോ എന്നുള്ള ഒരു സമാധാനത്തിൽ നിൽക്കാം. മറ്റേത് പുരയിൽ നിന്നാൽ ഓനെ പോയി തിരഞ്ഞ് നടന്ന് പിടിച്ചു കൊണ്ടുവരാനേ എനിക്ക് നേരം ഉണ്ടാവുള്ളൂ കേട്ടോ. അങ്ങനെ ഇതാ ഞങ്ങൾ ഓനെയും കൊണ്ടാക്കി ഞങ്ങളിതാ തിരിച്ച് നേരെ വീട്ടിലേക്ക് പോരുകയാണ്. നമ്മളെ വീടിൻ്റെയൊക്കെ അവിടേക്ക് പോകുന്ന ആ റോഡൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചെന്നേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഇതാ വേഗം പോകുന്നതാണ്. ഇനിയിപ്പോൾ അടുത്ത പരിപാടി അറിയണത് അകത്തത്തെ എടുക്കുന്നതിൻ്റെ മുന്നേ തന്നെ വെയിൽ ചൂടാവണതിൻ്റെ മുന്നേ വേഗം ഒന്ന് മുറ്റമൊക്കെ ഒന്ന് വേഗം അടിച്ചു വാരി അങ്ങോട്ട് എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. പണ്ടുള്ളവർ പറയും അടിക്കുമ്പോൾ നുള്ളണമെന്ന്. അടിക്കുമ്പോൾ നുള്ളുക എന്ന് പറഞ്ഞാലേ ഈ പുല്ല് പറിക്കണം എന്ന്, അടിച്ചു വാരുമ്പോൾ മുറ്റത്തെ പുല്ല് അങ്ങനെ പറിക്കണം എന്നൊക്കെ പണ്ടുള്ളവർ അങ്ങനെ പറയും. പക്ഷെ നമ്മളെ ഈ മുറ്റത്തെ പുല്ല്, മുന്നിലെ മുറ്റത്തെ പുല്ല് എങ്ങനെ ആയാലും പറിച്ചാൽ കിട്ടൂല കേട്ടോ. അതൊരു വയൽ പുല്ല് പോലത്തെ എന്തോ ഒരു കറുക പോലത്തെ ഒരു സൈസ് പുല്ലാണ്. പക്ഷേ ഈ ഒരു ഭാഗത്തെ പുല്ലൊക്കെ ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് എല്ലാം ഞാൻ വൃത്തിയാക്കിയതാണ് കേട്ടോ. മൊത്തം ചുറ്റോട് ചുറ്റും ബേക്ക് വശത്തൊക്കെ പുല്ലൊക്കെ പറിച്ച് ഞാൻ വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലായിടത്തും ഇതാ നല്ലൊരു ഇഷ്ടമുണ്ട് കേട്ടോ എനിക്ക് മുറ്റടിച്ച് തരാൻ. ആ ഒരു പുല്ലും കാടൊക്കെ ഇങ്ങോട്ട് പോയി കണ്ടപ്പം എന്തോ ഒരു വൃത്തി തോന്നുക കേട്ടോ. അങ്ങനെ ഇതാ വേഗം എല്ലായിടത്തും ചുറ്റും ഒന്ന് അടിച്ച് വാരിയിട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ എല്ലാം ഒന്ന് കത്തിക്കാനുണ്ട്. അപ്പോൾ നാളെ ഏറ്റവും ചെയ്യാം എന്ന് വിചാരിച്ച് അങ്ങനെ നിന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് കാറ്റുള്ള സമയത്ത് കത്തിച്ചാൽ ശരിയാവില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ നിൽക്കട്ടെ എന്ന് വിചാരിച്ചതാണ് കേട്ടോ. പിന്നെ അതാ വേഗം അകത്തേക്ക് പോകുന്നതാണ്. എല്ലായിടത്തും ഒന്ന് ഒതുക്കി പെറുക്കി വൃത്തിയാക്കി എല്ലാവരും പോയി ഇങ്ങോട്ട് കഴിഞ്ഞാണ്ടാവും പുരൻ്റെ ഒരു കോലൊന്നും പറയേണ്ടി വരില്ല കേട്ടോ. പിന്നെ ഒരു ഭാഗത്ത് നിന്ന് ചൂലും എടുത്ത് അങ്ങോട്ട് പോയി ഒരു ഭാഗത്ത് നിന്ന് നന്നാക്കി അങ്ങോട്ട് വന്നു. ഞാൻ മൊത്തത്തിലൊന്ന് അടിച്ചു വാരി ഇട്ടിട്ടുണ്ട്. എന്നിട്ടാണ് ഞാൻ പാത്രം കഴുകാൻ വേണ്ടി നിൽക്കൽ കേട്ടോ. എല്ലാം വൃത്തിയാക്കി അടിച്ചു വാരി കഴിഞ്ഞിട്ടാണ് ഞാൻ പാത്രം കഴുകാൻ നിൽക്കുക. എന്നാലും എൻ്റെ ഒരു രീതി അങ്ങനെയാണ് കേട്ടോ. എൻ്റെ ഒരു ടൈം ടേബിൾ അങ്ങനെയാണ്. നമ്മൾ ഓരോരുത്തർക്കും ഓരോരോ രീതികൾ ഉണ്ടാവുമല്ലോ. അതിൻ്റെ ഇടയിൽ ഈ ഒരു പാത്രം കഴുകുന്ന ആ ഒരു സമയത്ത് തന്നെ മെഷീനിൽ അലക്കാനുള്ള തുണികളും അതിലങ്ങോട്ട് ഇടും. കല്ലിൽ അലക്കാനുള്ളത് ഇതെല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഞാൻ അലക്കി ഇടലാണ് കേട്ടോ ചെയ്യൽ. അപ്പം നാഫിമോന് പരീക്ഷ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. ഓനോടാണ് ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു നോക്കി ഞാൻ വർത്താനൊക്കെ പറയുന്നത് കേട്ടോ. പിന്നെ വേഗം പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി പെറുക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. തുടക്കൽ കഴിഞ്ഞിട്ടുണ്ട്. വേഗം അലക്കിയ തുണികളൊക്കെ ഒന്ന് എടുത്തതാ വെയിലത്ത് തന്നെ ആറി ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പം അടുത്ത പരിപാടി എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു കറി എന്തെങ്കിലും ഒന്ന് ആക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അതിന് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ സിമ്പിളായിട്ടുള്ള ഒരു കഞ്ഞിവെള്ളം താളിപ്പാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ സാധാരണ ചിലപ്പം എല്ലാവർക്കും അറിയായിരിക്കും കേട്ടോ. എന്നാലും നമ്മൾ വീഡിയോയിൽ ഇങ്ങനെ കാണിക്കുമ്പം പറയണമല്ലോ, അതുകൊണ്ട് പറയുകയാണ്. വെളിച്ചെണ്ണ ഒഴിച്ച് ചെറിയ ഉള്ളിയും പച്ചമുളകും കൂടെ ഒന്ന് അതിൽ നല്ലോണം മൂപ്പിച്ചെടുക്കുക. എന്നിട്ട് കഞ്ഞിവെള്ളം ഒഴിക്കുക, ആവശ്യത്തിനുള്ള ഉപ്പ് ഇടുക. പിന്നെ കുറച്ച് പപ്പടം പൊരിച്ചതുണ്ടായിരുന്നു, അപ്പോൾ ഞാൻ അതും കൂടെ ഒന്ന് പൊടിച്ചിട്ട് അതിലിട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഒരു പപ്പടം താളിപ്പ് ഉണ്ടാക്കുമ്പോൾ എനിക്ക് എപ്പോഴും വല്യമ്മച്ചീനെ എൻ്റെ ഉമ്മാനെ ഓർമ്മ വരും കേട്ടോ. പിന്നെ നോമ്പിന് എപ്പോഴും എല്ലാ നോമ്പിനും എന്താ പറയുക പൊലച്ചക്ക് അത്താഴത്തിന് എണീക്കുന്ന സമയത്ത് വല്യമ്മച്ചിക്ക് ഈ ഒരു താളിപ്പ് വേണം കേട്ടോ. അത് നിർബന്ധമായിരുന്നു. ഈ ഒരു പപ്പടം പൊരിച്ചിട്ടിട്ട് ഈ ഒരു താളിപ്പ്. ചില ആളുകൾക്കൊക്കെ അങ്ങനെയാണ് കേട്ടോ. നോമ്പിന് ഒരു താളിപ്പ് കൂട്ടി ചോറ് കഴിക്കൽ ഒരു ഇതാന്ന് തോന്നുന്നു. എനിക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ താളിപ്പൊക്കെ കൂട്ടിയിട്ട് ചോറ് കഴിക്കാൻ. എന്തെങ്കിലും ഒരു പൊരിച്ചതും ഇങ്ങനെ എന്തെങ്കിലും താളിച്ചതും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ഞാൻ അതൊക്കെ സെറ്റാക്കി വെച്ചു. പിന്നെ ഞാൻ വേഗം പോയി കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ചോറ് കഴിക്കാൻ വേണ്ടി നോക്കുകയാണ്. ഈ ഒരു താളിപ്പും പിന്നെ തലേ ദിവസത്തെ കുറച്ച് മീൻ കറിയും മീൻ പൊരിച്ചതും അതിൻ്റെ ഉണ്ടാക്കിയ കായ്പ്പേരിയൊക്കെ ചൂടാക്കി വെച്ചിട്ടുണ്ട്. ഇന്ന് പിന്നെ വൈകുന്നേരത്തേക്ക് ചിക്കൻ വാങ്ങിയിട്ട് എന്തെങ്കിലും ആക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളെ കല്യാണ വാർഷികമല്ലേ, അങ്ങനെ വലിയൊരു ആഘോഷവും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ചിക്കൻ കറിയും കുറച്ച് ചിക്കനും പൊരിക്കുക, മക്കൾക്ക് പൊറാട്ട വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പൊറാട്ടയും ആക്കാമെന്ന് പറഞ്ഞിട്ട് അതുകൊണ്ട് പിന്നെ ഞാൻ ഉച്ചക്കേക്ക് അങ്ങനെ വലിയൊരു കുക്കിംഗ് പരിപാടിക്ക് നിന്നിട്ടില്ലേനു കേട്ടോ. അങ്ങനെ ഞാനിനി വേഗം ഒന്ന് ചോറ് വയ്ക്കട്ടെ. നാസിമോനെ കൂട്ടാൻ പോകണം 3 മണി ആവുമ്പോൾ. അപ്പോൾ ചോറ് വെച്ച് ഒന്ന് കുറച്ച് നേരം ഒന്ന് ഇരിക്കുമ്പോഴത്തേക്കൊക്കെ ഓനെ പോയി കൂട്ടാനുള്ള സമയമൊക്കെ ആയിട്ടുണ്ട്. അങ്ങനെ കേട്ടോ. പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്നത് ഒരു മഗ്‌രിബിൻ്റെ സമയത്താണ്. ഞാൻ വേഗം മഗ്‌രിബ് നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഇങ്ങോട്ട് ഇറങ്ങിയാണ്. ചിക്കനും വാങ്ങി കൊടുത്തയച്ചിട്ടുണ്ട്. അപ്പോൾ അത് കറിയാക്കണം, പൊരിക്കണം. പിന്നെ പൊറാട്ട ഇക്ക പിന്നെ വരുമ്പം കൊണ്ടുവരാമെന്നതിന് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ വരാൻ ഇച്ചിരി നേരം വൈകുമെന്ന് പറഞ്ഞത് കൊണ്ട് വേറൊരു ചെക്കൻ്റെ കയ്യിൽ പിന്നെ കൊടുത്തയച്ചതേനി കേട്ടോ. അങ്ങനെ ഞാൻ വേഗം ചിക്കൻ കറിക്കുള്ള പരിപാടി നോക്കുകയാണ്. വേഗം കുക്കറിൽ സാധാരണ പോലെ തന്നെ ഞാൻ കുക്കറിൽ തക്കാളിയും ഉള്ളിയും ഒക്കെ കുക്കറിൽ വേവിച്ച് എടുക്കും. എന്നിട്ട് പിന്നെ ഞാൻ കറിയാക്കലാണ് കേട്ടോ. എനിക്ക് അങ്ങനെയാണ് ടേസ്റ്റും എളുപ്പവും തോന്നുന്നത്. എളുപ്പപ്പണീൻ്റെ ഉസ്താദ് എന്ന് പറയുമല്ലോ, അങ്ങനെ ചെറുതായിട്ട് വേണമെങ്കിൽ ഇന്നെ പറയാം കേട്ടോ.
എന്നാലും ടേസ്റ്റിന് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. എളുപ്പമാണെങ്കിലും സംഭവം നല്ല സെറ്റ് തന്നെ ആയിരിക്കും കേട്ടോ. അങ്ങനെ ഇതാ വേഗം ഒന്ന് കറിയാക്കി എടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ചു, ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് ആ ഒരു എണ്ണയിൽ മൂപ്പിച്ചു, കറിവേപ്പിലും ഉണ്ടായിരുന്നു അതൊക്കെ ഇട്ടു. പിന്നെ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള തക്കാളി, ഉള്ളിയും പച്ചമുളകൊക്കെ കൂടെ ഒന്ന് നല്ലോണം ഒന്ന് അതിൽ വഴറ്റിയെടുത്തു. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ, മുളകും പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ചിക്കൻ മസാല, ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ടതാ ചിക്കനും ഇട്ട് കൊടുത്തിട്ടുണ്ട്. കറി അവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ക്രിസ്മസ് പ്രമാണിച്ചേ കരോള് വരുന്നുണ്ട്. അപ്പോൾ നാസിമോൻ അതങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. നമ്മളവിടേക്ക് ഇപ്പോൾ വരുന്ന വിചാരിച്ചിട്ട് പൈസ ഇട്ട് കൊടുത്തതിന് അങ്ങനെ അതാ ഓരൊക്കെ വന്ന് പോയിട്ടുണ്ട് കേട്ടോ. ഒരു സന്തോഷമാണ്. എല്ലാ വീടുകളും, ഒരു വീടും ഒഴിവാക്കാതെ നമ്മളെ നാട്ടിലെ എല്ലാ വീടുകളും ഈ ഒരു കരോള് ഇങ്ങനെ കയറി ഇറങ്ങും കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും അത് വരുമ്പോൾ ഇങ്ങനെ മുന്നിൽ പോയി നോക്കി നിൽക്കും. അപ്പുറത്തെ പുരയിലും ഇപ്പുറത്തെ പുരയിലൊക്കെ വരുമ്പോൾ ഇനിയിപ്പോൾ നമ്മളവിടേക്ക് ആയിരിക്കും എന്നുള്ള ആ ഒരു ഇതിൽ ഞങ്ങളങ്ങനെ നോക്കി കേട്ടോ. പിന്നെ ഞാൻ ഓരോട് ചോദിച്ചിട്ട് തന്നെയാണ് കേട്ടോ വീഡിയോ എടുത്തത്. അവർക്ക് എല്ലാവർക്കും വീഡിയോ എടുത്തോ എന്നുള്ള രീതിയിലുള്ള പിന്നെ സന്തോഷമൊക്കെ തന്നെ ആയിരുന്നു കേട്ടോ. അങ്ങനെ ഇതാ ഞാൻ ചിക്കനും ഒന്ന് പൊരിച്ചെടുക്കുന്നുണ്ട്. കറി അവിടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ നാഫിമോനൊക്കെ ഉറക്കം വരുന്നുണ്ട് പറഞ്ഞപ്പോൾ ഞാനിതാ ഓർക്കൊക്കെ ഉള്ളത് കൊടുത്തിട്ടുണ്ട്. ഇക്ക വരാനൊരു ഇത്തിരി നേരം വൈകിയിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും മക്കൾക്ക് ഉള്ളതൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതാ ഇന്ന് കല്യാണ വാർഷിക പറഞ്ഞില്ലേ, നിച്ചുമോളെ വക സർപ്രൈസ് ആയിട്ടുള്ള ഒരു ഗിഫ്റ്റാണ് കേട്ടോ. എനിക്കും ഇക്കാക്കും ഞങ്ങൾ ആരും അറിഞ്ഞിട്ടില്ല. ഓള് സർപ്രൈസായിട്ട് കൊണ്ടു തന്നതായിരുന്നു. അപ്പോഴേക്കും ഇക്കയും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടോ. നമ്മൾ പ്രതീക്ഷിക്കാണ്ട് കിട്ടിയതായതുകൊണ്ട് ഭയങ്കര സന്തോഷമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അഭിപ്രായങ്ങൾ അറിയിക്കുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ബൈ.